അതിൽ തന്നെ നമ്മൾ മാതാവിന് നന്ദി പറയുന്നു. ഞങ്ങളൊരു സാക്ഷ്യം പറയാനും ഒരുങ്ങിയൊന്നും അല്ല വന്നത്, എന്നാലും ഇപ്പം അവളെ കൊണ്ടുവന്ന് പറയണമെന്ന് തോന്നിക്കുമായിരുന്നു. കുഞ്ഞിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവള് ഉള്ളി വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് കൃപാസന മാതാവിനോടായിട്ടൊരു പ്രത്യേക ഭക്തിയുള്ള ഒരാളല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവളെ അരികിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ആരാന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ബന്ധു ചേച്ചിയും ഒത്തിരി പേര് അവിടെ കൊച്ചിൻ്റെ അരികെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കൃപാസന മാതാവിൻ്റെ ഒരു കൊന്തയും കാശുരൂപവും ഒരു കൃപാസന പത്രത്തിൻ്റെ ഒരു ചെറിയ തുണ്ട് പേപ്പറും അവളുടെ വെന്റിലേറ്ററിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു എല്ലാ ദിവസങ്ങളും ഞാൻ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഞാൻ എതിർവശത്തോടെ മാറിപ്പോകുമായിരുന്നു. എന്ന് വെച്ചാൽ അവർ പറയും കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല, അവൾ ഒത്തിരി ക്രിട്ടിക്കലാണ്, അവളെ തിരിച്ചു കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ എതിരെ മാറിപ്പോയി അവിടെ നിന്ന് എനിക്കറിയാവുന്നതുപോലെ ഞാൻ കൊന്ത ചെല്ലിയും ഈശോയുടെ ഒത്തിരി ഐസിയിൽ പോയി മുട്ടക്കുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നെ നോക്കും, എന്തിനാണ് ചേച്ചി പ്രാർത്ഥിക്കുന്നത്, അവിടെയുള്ള പിള്ളേരൊക്കെ നോക്കും. ഒരു സ്കോപ്പും ഇല്ലാതെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ എന്തായാലും 12 ദിവസം വെന്റിലേറ്ററിലായിരുന്നു മോള്. 5-ാമത്തെ ദിവസം ഡോക്ടർമാർ പോലും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അവൾ കണ്ണു തുറന്ന് ഇതെല്ലാം ഇത്രത്തോളം രോഗസൗഖ്യം നൽകി അവളെ ഇത്രത്തോളം ആക്കിയത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.